Hello dear friends, welcome to my YouTube channel Haru and Tanu. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഐക്സോറ അഥവാ ചെത്തിയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ എൻ്റെ വീട്ടിലുള്ള 6 ചെത്തിയാണ് കാണിക്കാൻ പോകുന്നത്. ഈ എല്ലാ ചെത്തിക്കും ഞാൻ ഒരേ കെയർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ സൺലൈറ്റ് റിക്വയർമെൻറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. നല്ല വെയിൽ ആവശ്യമുള്ള ഒരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്ത് നടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ചട്ടിയിലൊക്കെയാണ് നടണമെന്നുണ്ടെങ്കിൽ വെയിൽ കിട്ടുന്ന ഭാഗത്തേക്ക് ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഏതായാലും ഒരു ദിവസം 6 മണിക്കൂർ വരെ നല്ല വെയിൽ കിട്ടിയാൽ നന്നായിട്ട് പോകുണ്ടാവുന്ന ഒരു ചെടിയാണ് ചെത്തി. അടുത്തതായിട്ട് ഇതിൻ്റെ വാട്ടർ റിക്വയർമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ്. കേരളത്തിലെ ഒരു കാലാവസ്ഥയിൽ ദിവസം ഒരു നേരം നമുക്ക് നനച്ചു കൊടുക്കാവുന്നതാണ്. ഒരു ചട്ടിയിൽ നട്ടേക്കുന്ന ചെത്തിയാണെങ്കിൽ അതിൻ്റെ മണ്ണ് ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. അതായത് നമ്മൾ കൈ ഒന്ന് ആ മണ്ണിൽ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും അത് ഡ്രൈ ആയിട്ടാണോ അതോ സോഗി ആയിട്ടാണോ ഇരിക്കണമെന്നുള്ളത്. നല്ല ഡ്രൈ ആയതിനു ശേഷം മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അടുത്തതായിട്ട് പ്രൂണിങ്ങിനെ കുറിച്ചിട്ടാണ്. അതായത് പൂക്കൾ ഉണ്ടായതിനു ശേഷം ചെത്തിയുടെ തല മുറിച്ച് മാറ്റുന്നത് വളരെ നല്ലതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ആ മുറിച്ചു മാറ്റിയ ഭാഗത്ത് നിന്ന് പുതിയ ശകലങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുറിച്ചെടുത്ത ആ ഒരു കമ്പുണ്ടല്ലോ, അത് നമ്മൾ ഒരു ചട്ടിയിലൊക്കെ വച്ചു കൊടുക്കുകയാണെങ്കിൽ പുതിയ ഒരു ചെടി അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചെത്തിക്ക് ഇട്ട് കൊടുക്കേണ്ട വളങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. കിച്ചൺ വേസ്റ്റും കമ്പോസ്റ്റും ഒക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ആഴ്ചയിലൊരിക്കൽ നമുക്ക് അത് ഇട്ട് കൊടുക്കാം. ചെത്തി നമ്മൾ നട്ടിരിക്കുന്ന ആ ഒരു മണ്ണ് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം, അതായത് വേര് തട്ടാതെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് NPK ഫെർട്ടിലൈസർ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. NPK 19-19-19 കുറച്ച് മണ്ണിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് കടയ്ക്കൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. മറ്റ് വളങ്ങളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നത് എല്ലുപൊടിയും ചാണകവുമാണ്. എല്ലുപൊടി ചേർക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ ചെടി പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇലകളിലൊക്കെ ചെറിയ ചെറിയ ഇൻസെക്ട് ബൈറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. ആ ഇലകൾ കിള്ളിക്കളയുകയോ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് വെച്ച് മുറിച്ച് കളയുകയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ പൂ ഉണ്ടാകുന്ന സമയത്ത് ചെറിയ പ്രാണികളൊക്കെ വന്ന് ആ നീരൂറ്റി കുടിക്കുന്നതായിട്ട് കാണാറുണ്ട്. ഇതിനായിട്ട് വെളുത്തുള്ളി വേപ്പെണ്ണ മിശ്രിതം തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കൂ. അതുപോലെ തന്നെ ഉണങ്ങി നിൽക്കുന്ന കമ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുറിച്ച് മാറ്റാനായിട്ടും ശ്രദ്ധിക്കണം. അങ്ങനെ വളരെ ആരോഗ്യത്തോടെ നമുക്ക് ചെത്തി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നാടൻ ചെത്തി കൊണ്ട് കുട്ടികൾക്ക് മേത്ത് തേക്കാനുള്ള എണ്ണയൊക്കെ നമ്മൾ ഇതിന് മുൻപ് പ്രിപ്പയർ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കൂ. ധാരാളം പൂക്കൾ ഉണ്ടാകുന്ന ഹൈബ്രിഡ് വെറൈറ്റീസും അതുപോലെ തന്നെ നാടൻ വെറൈറ്റീസിലും പെട്ട ചെത്തി നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാനായിട്ട് സാധിക്കും. നഴ്സറീസിലൊക്കെ വാങ്ങാനും കിട്ടും. വളരെ ലോ മെയിൻ്റനൻസ് ആയിട്ടുള്ള ഈ ഒരു ചെടി തീർച്ചയായിട്ടും വീട്ടിൽ വച്ച് വളർത്തുക. വളരെ എളുപ്പം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് താനു. ബൈ.